ഇന്ന് വൈകിട്ടൊരു മനോഹരമായ സാമൂഹ്യ മാധ്യമ കാർഡ് കണ്ടു. കാർഡ് കണ്ടപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു ഫ്രെയിമിനുള്ളിൽ എല്ലാം വിശദീകരിച്ചിരിക്കുന്നത് കാണാം. ലെജിസ്ലേച്ചറിൻ്റെ അവസ്ഥ ഈ കാർഡിലൂടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ വ്യത്യസ്തമായ രീതികൾ എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടതാണ്. പിന്നെ കണ്ടത് എക്സിക്യൂട്ടീവാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേളയിൽ അവിടേക്ക് വന്നതേയില്ല. പകരം ചെയ്തത് സാക്ഷാൽ നമ്മുടെ ജിയും പിന്നെ ഏതൊക്കെയോ വലിയ വലിയ മഠങ്ങളിലെ സ്വാമിമാരുമാണ്. അവർ സ്ഥാനവടിയൊക്കെ പിടിച്ച് മുന്നേ നടന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കണ്ടപ്പോൾ നേപ്പാളിൽ പോലും കാണാത്ത കാഴ്ചയാണ്. അവിടം കൊണ്ട് നിന്നില്ല. കഴിഞ്ഞ മണിക്കൂറിലെ കാഴ്ചയാണ് ഏറ്റവും രസകരമായത്. മണിയടിക്കുന്ന രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ മേലധികാരിയുടെ ഭാര്യ തൊഴുതു വണങ്ങി കൈകൂപ്പി നിൽക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാന നിയമവാഴ്ചയുടെ ശ്രീഗോപുരമായ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. പ്രാർത്ഥനകൾ നിർവഹിക്കുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രിയും. അത് കാണുന്നവർക്ക് യഥാർത്ഥത്തിൽ തങ്ങളുടെ നേതാവിൻ്റെ ശക്തിയും കഴിവുമാണ് ബോധ്യപ്പെടുന്നതെങ്കിലും ഒരു രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് അതുണ്ടാക്കുന്നത് വല്ലാത്ത ഞെട്ടലാണ്. ഏത് ദിശയിലേക്കാണ് ഒരു രാജ്യം പോകുന്നതെന്ന ചിന്ത. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ജിയും എൻ്റെ പാർട്ടിയും എൻ്റെ സംവിധാനവും എന്നും നിലനിൽക്കും അധികാരത്തിൻ്റെ തണലിൽ എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ആ കഥ കേൾക്കേണ്ടത് ബംഗ്ലാദേശിൽ വന്ന് താമസിക്കുന്ന ഷേഖ് ഹസീനയോട് ചോദിക്കണം. അധികാരത്തിൻ്റെ ആ ബലം എത്രമേൽ കരുത്തോടെ ജനങ്ങൾക്ക് മേൽ പ്രതികരിച്ചാലും ജനം തിരിച്ചൊന്ന് കുടയുന്നതുവരെയേ അതിന് സ്ഥാനമുള്ളൂ എന്നും പിന്നെ കൂടുവിട്ട് എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കേണ്ടി വരുമെന്നുമുള്ള ഷേഖ് ഹസീന പഠിച്ച പാഠം അവിടെ തന്നെയുണ്ട്. അത് പല രാജ്യങ്ങളിലുമുണ്ട്, പല സമൂഹങ്ങളിലുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെയും നമുക്ക് നൽകുന്നത് വേദനയുടെയും ഞെട്ടലിൻ്റെയും പാഠങ്ങളാണ്. തീർന്നില്ല. അവസാനത്തെ ചിത്രത്തിൽ കാണുന്നത് മാധ്യമപ്രവർത്തകരായ ഗോഡി മീഡിയ എന്ന് പറയുന്നവർ പ്രധാനമന്ത്രിയെ സാക്ഷാൽ തൊഴുതു വഴങ്ങുന്നതാണ്. നമ്മൾ ഈ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ടു. 450 സീറ്റ് വരെ കൊടുത്തവരുണ്ട്, 500 സീറ്റ് വരെ കൊടുത്തവരുണ്ട്, കോൺഗ്രസ്സിന് 50 സീറ്റ് മാത്രം കൊടുത്തവരുണ്ട്. രാഹുൽ ഗാന്ധിയെയും അതുപോലെയുള്ള എല്ലാ സംവിധാനത്തെയും അപലപിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ വേറൊന്നിനുമല്ല, തൻ്റെ ആത്മവിശ്വാസത്തിനൊരു കുറവും വന്നിട്ടില്ല, ഇനിയും കരുത്ത് തൻ്റെ കയ്യിൽ തന്നെയാണ്, അതുകൊണ്ട് ആരെങ്കിലും അവിശ്വസിച്ച് എതിർ ശബ്ദം പുറപ്പെടുവിക്കാൻ ശ്രമിക്കണ്ട എന്നൊക്കെ കൂടി സമൂഹത്തെ കാണിക്കാൻ കൂടിയാണ് ഇത്തരം സംഗതികളൊക്കെ ചെയ്യുന്നത്. കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ചോദ്യം ചെയ്ത്, ഏത് രാഹുൽ ഗാന്ധിയുടെ? രാജീവ് ഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ 10 വർഷത്തോളം ജനപ്രതിനിധിയായിരുന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പൗരത്വം അത് ചോദ്യം ചെയ്തുകൊണ്ടൊരു ഹർജിയും കൊടുത്തിട്ടുണ്ട്. തങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല, ഭയന്നിട്ടുമില്ല, ഇപ്പോഴും കരുത്തോടെ എല്ലാം ചെയ്യാനുണ്ട് എന്ന് ജി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കാത്തിരിക്കാം ഇന്ത്യൻ ജനാധിപത്യം ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അറിയാനായി.